രക്ഷയും പാവനാത്മാവിൻ സഹവാസവും നമ്മോടൊത്തെന്നും ഉണ്ടായിടട്ടെ. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുലിഖിതത്തിൽ വചനം പഠിപ്പിക്കുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വലതുകരം ഉയർത്തി ഈ വചനം പറയാം, നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയണം. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ വിശുദ്ധിക്ക് വേണ്ടി അനേകം വില കൊടുക്കുന്ന അനേകം വ്യക്തികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഈ കോവിഡെല്ലാം വന്നപ്പോൾ എല്ലാ കുട്ടികൾക്കും ഏത് പ്രായഭേദമന്യുള്ള കുട്ടികൾക്ക് LKG മുതലുള്ള കുട്ടികൾക്ക് ഇൻ്റർനെറ്റും മൊബൈൽ കണക്ഷൻ ഇല്ലാതെ പറ്റില്ല. ഇതനേകം കുട്ടികളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്, അനേകം കുട്ടികളുടെ വിശുദ്ധ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. കുട്ടികൾ മാത്രമൊന്നുമല്ല, കുട്ടികളുടെ പ്രോഗ്രാമിൽ വന്ന ഒരു കുട്ടി 3 ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുക. ചെറുപ്പക്കാർ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി 3 ദിവസമായിട്ട് വന്നപ്പോൾ തൊട്ട് കരയുക. എത്ര പറഞ്ഞിട്ട് ഇവനെ ശാന്തമാക്കാൻ പറ്റുന്നില്ല. ഇവൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമാണ്, എനിക്കിവിടെ ഒരു മുറി തരണം, ഒരു മൊബൈൽ തരണം. ഞാൻ പുറത്തിറങ്ങില്ല, എനിക്കൊരു മുറി തരണം, ഒരു മൊബൈൽ തരണം, ഞാൻ ഒരു പരിപാടിക്കും കൂടില്ല എന്ന് പറഞ്ഞ് ഏങ്ങി കരയുക. 3-ാം ദിവസം ഉച്ചയ്ക്ക് വരെ. 3-ാം ദിവസം ഉച്ചയായി, ഇവൻ ഏങ്ങി കരയുക. രാത്രിയിൽ ഉറങ്ങുന്നില്ല, ഇവൻ ഏങ്ങി കരയുക. പേടിയായി. കാരണം ഇവൻ കിടക്കാൻ പോകുന്ന, ഞങ്ങൾക്ക് സ്വന്തമായ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കുട്ടികൾ പോയി കിടന്നത് സ്കൂളിൻ്റെ 2-ാം നിലയിലുള്ള ഒരു ഹാളിലാണ്, ക്ലാസ് റൂമിലാണ്. ബെഞ്ചുകളെല്ലാം മാറ്റിയിട്ടിട്ട് ഞങ്ങളുടെ സെൻറ്ററിനോട് ചേർന്ന് മലമ്പുഴയുള്ള സെൻറ്റ് ജൂഡ് പള്ളിയുടെ സ്കൂളിലാണ്, 2-ാം നിലയിലാണ്. പക്ഷേ ഈ സ്കൂളിന് വാതിലുകളില്ല. സത്യം പറഞ്ഞാൽ 2-ാം നിലയിൽ കയറി വരാനുള്ള ഗ്രില്ലുകളെല്ലാം പൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവൻ ഉറങ്ങാതെ ഇങ്ങനെ നടക്കുകയാണ്, കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വാസ്തവത്തിൽ പേടിയായി. കാരണം ഇവൻ പൊക്കത്തിൽ നിന്ന് വല്ല ചാടിയാൽ സീരിയസ് ആകും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് രാത്രി ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രി 12:30-1 മണിയായപ്പോൾ കോർഡിനേറ്റർ കൂടെ കിടക്കുന്ന ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ ഉറങ്ങുന്നില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിക്കാം ഇവൻ ഉറങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിലൂടെ പ്രാർത്ഥിച്ചു, ഒരാശീർവാദം കൊടുത്തു. അവൻ പെട്ടെന്ന് ഉറങ്ങി. നേരം വെളുത്തു, 6 മണിയായപ്പോൾ ഏറ്റു. അവനെ വിളിച്ചേൽപ്പിച്ചു, അങ്ങനെ കൊണ്ടുവന്നു. ഇവൻ ഈ കരച്ചിൽ പിന്നെ ആരംഭിച്ചു. 2-ാം ദിവസം അങ്ങനെ. 3-ാം ദിവസം ഉച്ചയായി, അവൻ എൻ്റെ മുറിയിൽ വന്നു. ഞാൻ അവനെ വിളിച്ചു കൊണ്ടുവന്ന് മുറിയിൽ കൊണ്ടുവന്നു. ഇവനെ ഒരു തരത്തിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു. മാതാപിതാക്കന്മാർ പറഞ്ഞു, ദയവ് ചെയ്ത് അച്ഛാ ഇങ്ങോട്ട് വീട്ടിലേക്ക് വിട്ടേക്കരുത്. വീട്ടിൽ ഇത് തന്നെയാണ്, മൊബൈലിൻ്റെ അടിമത്തമാണ്. വീട്ടിൽ മൊബൈൽ മേടിച്ച് ഒരു മുറി കുത്തിയിരിക്കുകയാണ്. എല്ലാ അശ്ലീലപരമായ കാര്യങ്ങൾ മുഴുവൻ കണ്ട് അതിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നു. അതുകൊണ്ട് മാതാപിതാക്കന്മാർ പറഞ്ഞു, ഒരു കാരണവശാലും വിട്ടേക്കരുത്. നമ്മുടെ ഡ്യൂട്ടിയായി. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവൻ എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, നാണമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇവൻ എൻ്റെ മുറി വന്ന് ഞാൻ വിളിച്ചു കയറ്റി അവനോട് ഞാൻ പറഞ്ഞു, ഏടാ നിനക്ക് നാണമില്ലേ? നീ 7-ാം ക്ലാസ്സുകാരനല്ലേ? ഇവിടെ LKG കുട്ടികളുണ്ട്, അവർ വരെ കരയാതെ നടക്കുന്നു. നിനക്കൊന്ന് കരയാതിരുന്നു കൂടെ? എന്ത് പറഞ്ഞിട്ട് ഇവൻ ഏങ്ങലടിച്ച് കരയാണ്. പിന്നെ ചെയ്ത ഒറ്റ കാര്യം ഇത്രേ ഉള്ളൂ. എൻ്റെ കയ്യിലൊരു കുരിശുണ്ട്. ഈ കുരിശ് വെച്ചിട്ട് ഡെലിവറൻസ് പ്രെയറെല്ലാം നടത്തി, ശക്തമായ ഡെലിവറൻസ് നടത്തിയിട്ട് പറഞ്ഞു, കരച്ചിൽ നിർത്താൻ പറഞ്ഞു. അപ്പോൾ കരച്ചിൽ നിർത്തി. എന്നിട്ട് ഇവനോട് പറഞ്ഞു, വീണ്ടും കുരിശ് ഉയർത്തി പിടിച്ചിട്ട് ചിരിക്കാൻ പറഞ്ഞു. ഇവൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ഇവൻ ചിരിക്കാൻ ആരംഭിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവനങ്ങനെ 3-ാം ദിവസം വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോകുന്നില്ല, ഞാൻ ഇനി 1 മാസം നിൽക്കാൻ വരുവാന്ന് പറഞ്ഞു. ഇവിടെ അവനാണ് ഏറ്റവും ആക്റ്റീവായിട്ട് നടന്ന കുട്ടി. അത് മാത്രമല്ല, ഇവൻ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛ, എനിക്ക് ഇതുവരെ ഈ മൊബൈലിലുള്ള അശ്ലീലപരമായ കാര്യങ്ങൾ കണ്ട് ഒരു പ്രത്യേക ഒരു ശൈലിയിൽ ഞാൻ പോകുകയാണ്. ഏതോ ഒരു പൈശാചികത എന്നെ വലിച്ചു കെട്ടിക്കൊണ്ട് പോകുന്ന ഒരു ശൈലിയായിരുന്നു. പക്ഷേ ഇന്ന് ഇതിവിടെ വന്ന് ഈ ശുശ്രൂഷയെല്ലാം പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ അതിന്നൊരു ഡെലിവറൻസ് കിട്ടി. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇത് ഒരു 7-ാം ക്ലാസ്സുകാരൻ്റെ അവസ്ഥയാണെങ്കിൽ ഇനി അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ, ചേച്ചിമാരുടെ ജീവിതത്തിൽ ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവെ ഇത് പ്രായഭേദമെന്നെ ജീവിതാന്തസ് വ്യത്യാസമില്ലാത്ത രീതിയിൽ അനേകരുടെ ജീവിതത്തിൽ ഈ മൊബൈലിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ അടിമത്തം ഇന്ന് കടന്നു വന്നുകൊണ്ട് ജീവിതത്തെ വിശുദ്ധിയുടെ മേഖലയിൽ താഴേക്ക് കൊണ്ടുവന്ന ഒരു പ്രത്യേകമായ ഒരു പൈശാചികത കാലഘട്ടം എന്ന് വേണമെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തെ പറയാം. പറഞ്ഞേ ഹല്ലേലൂയാം. വലുതേരും വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ വില കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. വിശുദ്ധിക്ക് വില കൊടുത്താൽ കർത്താവ് ഇടപെടും, യാതൊരു സംശയവുമില്ല. വിശുദ്ധിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത ജീവിതത്തിൽ കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞാൻ 25 വർഷം പള്ളി വികാരിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 4 വർഷമായിട്ടാണ് ഞാൻ കരിസ്മാറ്റിക് ശുശ്രൂഷകൾ 2014 ഏറ്റെടുത്തു. 19 ഞാൻ വികാരി സ്ഥാനം വേണ്ടെന്ന് വെച്ചത്. കാരണം അനേകം ശുശ്രൂഷകൾ, ഇടവക തോറുമുള്ള അനേകം ശുശ്രൂഷകൾ കൂടി, സിസ്റ്റേഴ്സ് ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങൾ, അതുപോലെ മറ്റു പല ശുശ്രൂഷകൾ കൂടിക്കഴിഞ്ഞപ്പോൾ പിതാവിനോട് ഞാൻ ചോദിച്ചു, കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നടത്താൻ അന്നേരത്തേക്ക് ഒരു മലമ്പുഴ സെൻറ്ററും തന്നു. എന്നിട്ട് പിതാവിനോട് ചോദിച്ചു, എഫക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യാൻ പിതാവ് ഇടവക ശുശ്രൂഷയിൽ നിന്ന് മാറ്റുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഇടവക ശുശ്രൂഷയിൽ നിന്ന് മാറി ഈ ശുശ്രൂഷയുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ നാളുകളിൽ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ഇടവക ശുശ്രൂഷയിൽ നിന്നെല്ലാം മാറി പ്രത്യേകമായിട്ടും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നപ്പോൾ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കാൻ തക്ക വിധത്തിൽ കർത്താവ് ഇടപെടുന്നു കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫെബ്രുവരി മാസത്തിൽ ചെന്നു. മെയ് മാസമായപ്പോഴത്തേക്ക് ഞാൻ അവിടെ വീട്ടിലെല്ലാം കയറി. 130ഓളം വീട്ടുകാരുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വീട് കയറി എല്ലാം നോക്കുമ്പോൾ 28 കുട്ടികൾ LKG സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. 28 കുട്ടികൾ. അപ്പം ഞാൻ 28 കുട്ടികളോടും ഈ പ്രാവശ്യം LKG ക്ലാസ് നമ്മൾ ഏഞ്ചൽ ഫോറം എന്ന് പറഞ്ഞ് പള്ളിയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ നടത്തുമെന്ന് പറഞ്ഞു. കാരണം പേരൻസ് ഈ ശുശ്രൂഷ വേദപാഠ ക്ലാസ്സും കുർബാനയൊക്കെ കഴിഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ LKGക്കാരെ മാത്രം തിരിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പം അതുകൊണ്ട് കൊണ്ടുപോകണ്ട, ഈ പിള്ളേരെ മുഴുവൻ നിർത്താൻ പറഞ്ഞു. 28 കുട്ടികളും നടത്താമെന്ന് പറഞ്ഞു. 27 കുട്ടികൾ വന്നു, ഒരു കുട്ടി മാത്രം വന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ പേരൻസിനെ കാണുമ്പോൾ ചോദിക്കും, അവർ വല്ലപ്പോഴൊക്കെ പള്ളി വരുള്ളൂ. പക്ഷേ ഈ പേരൻസ് ഞാൻ വീട്ടിൽ ചെന്ന് വരുമ്പോഴും ഇതിനോടൊന്നും ഒരു താല്പര്യം കാണിക്കുന്നില്ല, ആത്മീയ കാര്യങ്ങളോട് താല്പര്യമേ കാണിക്കുന്നില്ല. കാരണം അവർ തമ്മിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്, കുടുംബ പ്രശ്നങ്ങൾ. അത് പിന്നീട് ഞാൻ ഇടപെട്ട ആ പ്രശ്നങ്ങൾ ദൈവം ഇടപെട്ടു, അത് പരിഹരിച്ചു കൊടുത്തതാണ്. നമുക്ക് പോലീസ് ഫോഴ്സ് ഒന്നും ഇല്ലുണ്ടോ? വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോലീസ് ഫോഴ്സ് ഉണ്ടോ? അച്ഛന്മാർക്കുണ്ടോ? ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ ഈ കുടുംബക്കാർ പെട്ടെന്ന് ഈ ഭാര്യയും ഭർത്താവും കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ഒരു ദിവസം രാവിലെ 8:30 സമയത്തെത്തി. 9:30 തുടങ്ങുകയുള്ളൂ. അവർ വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ആ ഇടവകയിലുണ്ടായിരുന്ന അനേകം ചേർത്തിമാർ പറഞ്ഞു, നിൻ്റെ കൊച്ചിൻ്റെ പ്രശ്നം മാറണമെങ്കിൽ നീ ആ കൊച്ചിനെയും കൊണ്ട് പള്ളിയിൽ ചെല്ല്, ആദ്യവെള്ളി ശുശ്രൂഷ വന്ന് പങ്കെടുക്കുക, അതിലൂടെ പ്രത്യേകമായിട്ട് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. കാരണം ആ നാളുകളിൽ എല്ലാം അതിശക്തമായ രീതിയിൽ കർത്താവ് ഇടപെടുകയാണ്. അത്ഭുതങ്ങൾ അതിശക്തമായ രീതിയിൽ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ ഇടപെടുന്നത്, പ്രസംഗങ്ങളിലൂടെ എല്ലാം വിളിച്ചു പറയുന്നതെല്ലാം ഈ ഇടവക്കാർ കേട്ടിട്ട് അവർ ചെന്ന് പറഞ്ഞു, ഇവരോട് പറഞ്ഞു വരാൻ പറഞ്ഞു. അങ്ങനെ ഈ ഒരു ആദ്യ വെള്ളിയാഴ്ച 8:30 വന്നു. ഇവർ എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അപ്പോൾ 13 വയസ്സുണ്ടല്ലോ.
ഇവർ പറയുകയാണ് ഈ കുട്ടിയെ ഒരു കാരണവശാലും വേദപാഠ ക്ലാസ് വിടാതെ അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവരാതെ ഇരുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ കുട്ടി ഒരു ഈർക്കലി പരുവത്തിലുള്ള കുട്ടിയാണ്. അങ്ങനെ ഇവിടെ ഒരു കൊച്ചു പോലും ഇല്ല ഞാൻ നോക്കിയിട്ട്. അങ്ങനെ ഒരു ഈർക്കലി പരുവത്തിലുള്ളൊരു കൊച്ച്. ഇവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ കുട്ടി ഉണ്ടായപ്പോൾ മലദ്വാരമില്ലായിരുന്നു. പെട്ടെന്ന് തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അങ്ങനെ അവിടെ വെച്ച് ഓപ്പറേഷനൊക്കെ ചെയ്ത് ഈ മലദ്വാരം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പക്ഷേ അതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കാൻ നേരം 2-3 ഗുളിക കൊടുക്കണം. പക്ഷേ ആഴ്ചയിൽ 1-2 ദിവസം ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ, അത് ഈ ഗുളികകൾ കൊടുത്താൽ. അതുകൊണ്ട് ടോയ്ലറ്റിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തത് കൊണ്ട് ഈ കുട്ടി ക്ഷീണിച്ച് ഈർക്കിലി പരുവത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുകയാണ് ഇതാണ് ഞങ്ങളുടെ വിഷയം, അതുകൊണ്ടാണ് ഈ കുട്ടിയെ വേദപാഠ ക്ലാസ്സിലൊന്നും ഞങ്ങൾ വിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഇവരോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇവിടെ വന്നല്ലോ, ഇപ്പോൾ മുകളിൽ പാരിഷ് ഹോളിൽ കുമ്പസാരിപ്പിക്കാൻ അച്ഛൻ വന്നിരിപ്പുണ്ട്. ഇന്ന് നല്ലൊരു കുമ്പസാരം നടത്തി ജീവിതത്തെ വിശുദ്ധീകരിച്ച് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. കുട്ടിയെ ഓർത്ത് വളരെയധികം ആകുലതയിൽ പോകുന്ന കുടുംബമായിരുന്നതുകൊണ്ട് ഇവർ പെട്ടെന്ന് അതിന് തയ്യാറായി. അങ്ങനെ കുമ്പസാരിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്നത്തെ എല്ലാ ശുശ്രൂഷയും കൂടണം, പോകാൻ നേരത്ത് വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദമുണ്ട്, അത് സ്വീകരിച്ചേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേ മാസം ഈ കുടുംബം ഈ കുട്ടിയെ കൊണ്ട് വരികയാണ്. സാക്ഷ്യം പറയാൻ വന്ന കാര്യം ഇതാണ്. ഇവർ പറഞ്ഞു അന്ന് ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആശീർവാദം മേടിച്ച് കുമ്പസാരിച്ച് പോയി ആ ദിവസം, വിശുദ്ധീകരിക്കപ്പെട്ട ദിവസം ഇവർ പറയാണ് ഞങ്ങൾ മരുന്ന് കൊടുത്തില്ല. പിറ്റേ ദിവസം എല്ലാ കാര്യങ്ങളും നോർമലായി എന്ന് പറഞ്ഞു. 1 മാസമായിട്ട് യാതൊരു കുഴപ്പമില്ല, ഈ കുട്ടി ആരോഗ്യത്തിൽ പുഷ്ടിപ്പെടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാം. വരതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് മാനിക്കും. വിശുദ്ധിക്ക് വില കൊടുക്കുന്ന കുടുംബത്തെ കർത്താവ് മാനിക്കും, യാതൊരു സംശയവും ഇല്ല. അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാൻ വേണം ഈ കാര്യത്തിൽ. നിങ്ങളുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലൂടെ തിരസ്കരിക്കപ്പെട്ടോ അവഗണിക്കപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ തകർക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോയാൽ നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ചാൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ടും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയാം. പലതേരുമേർത്തി വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയാം. വിശ്വാസം ഇല്ലെങ്കിൽ ഇനി ദൈവവചനം കേട്ട് അനേകം സംഭവങ്ങൾ പരിശുദ്ധാത്മ ഓർമ്മിപ്പിച്ചാൽ പറയുന്നതായിരിക്കും, അന്നേരം നിങ്ങൾക്ക് പിടുത്തം കിട്ടും. അതുകൊണ്ട് എഫെസൂസുകാർക്ക് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ തിരുഗീതത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ നിങ്ങൾ ദൂരെ എറിയുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പഴയ ജീവിത രീതിയുണ്ട്, ഇതുവരെയുള്ള പഴയ ജീവിത രീതിയുണ്ട്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തെ പഴയ അല്ലെങ്കിൽ ആ ജീവിത രീതി കൊണ്ട് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. ഈ കോവിഡ് കാലഘട്ടത്തിൽ ആത്മീയ ജീവിതം നമ്മെ ഒത്തിരി താഴേക്ക് വലിച്ചൊരു കാലഘട്ടമാണ്. വഞ്ചനയിലൂടെ, പിശാചിൻ്റെ വഞ്ചനയിലൂടെ, അവിശ്വാസത്തിൻ്റെ കെട്ടുകളിലൂടെ, അന്ധകാര ശക്തികളിലൂടെ അനേകം വ്യക്തികളുടെ ജീവിതത്തെ താഴേക്ക് വലിച്ച് തിന്മയുടെ ഉപകരണങ്ങളാക്കി അല്ലെങ്കിൽ തിന്മയുമായി സന്ധിയില്ല ഒരു ബന്ധത്തിൽ കടന്നു പോകുന്ന വ്യക്തികൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഈ ജീവിതത്തെ നവീകരിക്കാൻ നീ ഇന്ന് തയ്യാറാകണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ആസക്തികൾ നമ്മുടെ ജീവിതത്തിൽ പണ്ടത്തേക്കായാലും കൂടുതൽ തലപൊക്കിയിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ആസക്തികളെ നിയന്ത്രിച്ചിരുന്നവർ ഇന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ കോവിഡ് കാലഘട്ടത്തിൽ സാഹചര്യങ്ങളെല്ലാം അതുപോലെയായി മാറി എന്നുള്ളതാണ്. ആസക്തികളെ നിയന്ത്രിക്കണം, പഴയ ജീവിത രീതികളെ നിങ്ങൾ വെറുത്തുപേക്ഷിക്കണമെന്ന്, അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വലതുകൈ പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. യേശുവേ നന്ദി. അതുകൊണ്ട് പിതാവ് പറഞ്ഞൊരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 2, 3, 4 വചനങ്ങൾ അതിങ്ങനെയാണ്. അഭിലാഷങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടരുത്.
അഭിലാഷങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കും, നിന്റെ ഫലങ്ങൾ നശിപ്പിക്കും. നീ ഒരു ഉണക്കമരമായി തീരും. ദൈവത്തിന് വചനം പറയാം, നീ ഇന്ന് ഒരു ഉണക്കമരമായി തീരും. ദൂഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കും. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണക്കമരം പോലെ ജീവിക്കുന്നവരുണ്ട്. ഇന്ന് ഇതുവരെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ശക്തമായും നമ്മിലൂടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ ഇന്ന് അനേകം വ്യക്തികൾ ഉണക്കമരമായി തീർന്നു. ആത്മീയ ശുശ്രൂഷ മേഖലയിലുള്ളവർ ആസക്തികൾക്ക് അടിമപ്പെട്ട് എത്രയോ ശുശ്രൂഷകർ അത് വേണ്ടാന്ന് വെച്ചു, മന്ദിച്ചുപോയി, മരവിച്ചുപോയി. സാധാരണ ജീവിതത്തിലേക്ക് എല്ലാം കടന്നു വരുമ്പോൾ ഇതുപോലെ ആസക്തികൾ ഒരു വ്യക്തിയെ അടിമപ്പെടുത്തി കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നഷ്ടപ്പെടുത്തി കളയുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായിട്ടും വിശുദ്ധീകരിക്കപ്പെടണം. ആസക്തികളെ നിയന്ത്രിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം. അതുകൊണ്ട് പ്രത്യേകമായിട്ടും ആസക്തികളെ കീഴടക്കണമെന്ന് ഒരു വിശുദ്ധൻ പറയുക. സിറിയയിലെ വിശുദ്ധ ഐസക്ക് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ആസക്തികൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തലപൊക്കും, അതുകൊണ്ട് ആസക്തികൾ എങ്ങനെ കീഴടക്കണം, ജാഗ്രത പുലർത്തണമെന്ന് പറയുകയാണ്. ആസക്തികളുടെ മേൽ ഒരു ജാഗ്രത, അതിനെക്കുറിച്ച് വിശുദ്ധൻ പറയുകയാണ്. മഞ്ഞുകാലത്ത് ചെടികളും പൂക്കളും പൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നു, എന്നാൽ ആഴത്തിൽ നിഗൂഢമായ അവയുടെ വേരുകൾ സുരക്ഷിതമായി കഴിയുന്നു. മഴയുടെയും വസന്തത്തിൻ്റെയും ഊഷ്മളത അനുഭവപ്പെടുമ്പോൾ അവ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുകയും പൂമുഖമാകെ പടരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ആസക്തികളും. മഞ്ഞുകാലത്ത് ചെടികളും പൂക്കളും പൂമുഖത്തിന് അപ്രത്യക്ഷമാകും, എന്നാൽ അതിൻ്റെ വേരുകൾ ആഴത്തിൽ നിഗൂഢമായി കിടക്കും. അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ, മഴയും വസന്തവും എല്ലാം കടന്നു വരുമ്പോൾ, ഊഷ്മളത അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ വേരുകൾ പൊട്ടിമുളച്ച് അത് വീണ്ടും ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ആസക്തികൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുളച്ചു പൊങ്ങുമെന്ന് പറയുകയാണ്, അതിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ. അതുകൊണ്ട് ഈ വിശുദ്ധൻ പറയുക, പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ, പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികൾ, ഇവയെ സാഹചര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി. ഇതൊന്നും കേൾക്കാൻ സുഖമുള്ള കാര്യമല്ല, ആണോ? നമ്മുടെ ആസക്തികളെ നിയന്ത്രിക്കാൻ പറഞ്ഞാൽ കേൾക്കാൻ അത്ര സുഖമൊന്നുമില്ല. കാരണം ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടി വരും, സ്പെഷ്യൽ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടി വരും, തെറ്റായ പ്രണയങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അതുപോലെ തന്നെ തെറ്റായ സാഹചര്യങ്ങൾ, കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾ ശുശ്രൂഷകൾ ആരംഭിച്ചു. കരിസ്മാറ്റിക് ശുശ്രൂഷകൾ നിന്നുപോയ സ്ഥലങ്ങളെല്ലാം കൊറോണ കാലഘട്ടത്തിൽ കുറച്ച് ആൾക്കാരെങ്കിലും സംഘടിപ്പിച്ച് ചെയ്യാൻ പോയി. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചർ വരിക. ടീച്ചർ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. ടീച്ചർ കൗൺസിലിങ്ങിന് വന്നപ്പോൾ ടീച്ചറിൻ്റെ ഫോണുമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം കർത്താവ് കാണിക്കുകയാണ്. ഫോൺ, വാട്സപ്പുമായിട്ടൊരു ബന്ധം കടന്നു വന്ന് ജീവിതത്തിൻ്റെ വിശുദ്ധി മുഴുവൻ നഷ്ടപ്പെടുത്തി എന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു. ഭർത്താവ് ജോലി സ്ഥലത്താണ്, പരസ്പരം അത്ര സ്നേഹത്തിലൊന്നുമല്ല, ഏതാണ്ടൊരു ഡൈവോഴ്സ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. മാനസികമായി അകന്നിരിക്കുന്ന സമയത്ത് ഈ കോവിഡ് കാലഘട്ടം വന്നു, വാട്സപ്പിലൂടെ ഒരു കണക്ഷൻ വന്നു. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, നീ നിൻ്റെ കണക്ഷൻ ഇപ്പോൾ അവസാനിപ്പിക്കണം, നീ ഈ ബന്ധം ഇപ്പോൾ അവസാനിപ്പിക്കണം. നിൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന, കുടുംബത്തെ തകർത്ത് കളയുന്ന ആസക്തിയെ നീ ഇപ്പോൾ വേണ്ടാന്ന് വെക്കണമെന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ടി, ടീച്ചറിൻ്റെ ഹൃദയത്തെ തൊട്ടു. ടീച്ചർ പറഞ്ഞു, ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. മൊബൈൽ നമ്പർ ഡിലീറ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു. മെസ്സേജ് അയച്ചു. ഇനി ഈ ബന്ധം നിൻ്റെ കുടുംബത്തിന് നല്ലതല്ല, എൻ്റെ കുടുംബത്തിന് നല്ലതല്ല, ഇത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മെസ്സേജ് വിട്ട് കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇത് അവസാനിപ്പിക്കുന്നത് എന്ന് ചോദിച്ച് ആ മാഷ് തിരിച്ചയച്ചു. അപ്പോൾ ഫോൺ വിളിക്കാൻ പറഞ്ഞു. അവിടെ ടീച്ചർ പറഞ്ഞു, അവിടെ ഇരുന്ന് ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് പെർമനൻ്റായിട്ട് സ്റ്റോപ്പാക്കുന്ന കാര്യമാണ്, ഇത്
പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമാണ്. അത് ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് ഇനി മേലെ വിളിക്കരുത്, നിൻ്റെ നമ്പർ ബ്ലോക്കാക്കിയിരിക്കുക എന്ന് പറഞ്ഞു. സഡൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അത് ചെയ്യാൻ തയ്യാറായി. സ്നേഹമുള്ളവരെ, ഈ അടുത്ത കാലത്തും കൂടി ആ സിസ്റ്ററല്ല ആ സഹോദരി വളരെ ഹാപ്പിയായിട്ട് എൻ്റെ അടുക്കൽ വന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കുട്ടികളുടെ ശുശ്രൂഷയിൽ വന്ന് കുട്ടികൾക്ക് വേണ്ടി കഞ്ഞി വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ ടീച്ചർ വരികയാണ്. ടീച്ചർ പറയുകയാണ്, ആ ബന്ധം വിട്ടു, പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി, കുടുംബ ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. സ്നേഹമുള്ളവർ, ഇന്നിവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അനേകരുടെ ഹൃദയങ്ങളെ തൊഴും. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തൊടും, സ്പർശിക്കും. നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാൻ ഇവിടെ വെച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹമായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയാം. വലതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് ആസക്തികളെ കീഴടക്കേണ്ടി വരും. അങ്ങനെയുള്ള ആസക്തികളിലേക്ക് നയിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, ഇതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവിന് ഇനിയും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇതിനെക്കുറിച്ച് പറയേണ്ട ആസക്തികൾ എപ്പം വേണമെങ്കിൽ തലപൊക്കും. ഇതിനെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 9 വരെയുള്ള തില്ലകഥകളിൽ വചനം പറയുന്നുണ്ട്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ ശാഖകൾ വീണ്ടും തളുക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവർ, അതുപോലെ തന്നെയാണ് ആസക്തി. അനുകൂലമായ സാഹചര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആസക്തികൾ തലപൊക്കി അവൻ്റെ ജീവിതത്തെ തകർത്തു കളയും.